ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു ശാലിനിയുടെ അരികിലെത്തി സത്യങ്ങൾ തുറന്നു പറയുന്നു. അന്ന് ക്ഷേത്രത്തിൽ വെച്ച് എന്റെയും മധുശ്രീയുടെയും വിവാഹം നടത്താൻ അമ്മ തയ്യാറെടുപ്പുകൾ നടത്തിയപ്പോ അന്ന് ആ ക്ഷേത്രത്തിൽ ആ വിവാഹം മുടക്കാനായി താനും ശാരദാമ്മയും എത്തിയിരുന്നല്ലോ. അന്ന് അവിടെ നിങ്ങൾ കൂടി വാദിച്ചിട്ടും ആ വിവാഹം നടക്കുന്ന ഉറപ്പായപ്പോ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടു. ഒരു വശത്ത് അമ്മ, മറുവശത്ത് സത്യമോളുടെ സത്യം വെളിപ്പെടുത്താൻ മടി കാണിക്കുന്ന താൻ. ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്നായി അപ്പോഴത്തെ എന്റെ ആലോചന. അവസാനം ഞാൻ കണ്ടെത്തിയ മാർഗം ആത്മഹത്യ ചെയ്യുക എന്നത് മാത്രമായിരുന്നു. അങ്ങനെ ആത്മഹത്യ ചെയ്യാനായി വിഷ്ണു ആ പാറക്കെട്ടിന്റെ മുകളിലേക്ക് കയറിപ്പോയ വിവരം ശാലിനിയോട് പറയുന്നു. ഞെട്ടലോടെ ശാലിനി അതെല്ലാം കേട്ടു നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, പക്ഷേ അവിടെ ചെന്നപ്പോ മറ്റൊരു ആത്മഹത്യക്ക് സാക്ഷിയാകാനായിരുന്നു വിധി എനിക്ക് കാത്തുവെച്ചത്. അവിടെ എത്തിയ ശേഷം കാർത്തികയെ കണ്ടതും പിന്നീട് കാർത്തികയെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി പിന്തിരിപ്പിച്ച് കാർത്തികയെ രക്ഷിച്ചതും കാർത്തികയുടെയും തന്റെയും രക്ഷപ്പെടൽ എന്നോണം ഒരു വിവാഹം നടന്നു എന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ ഒരു നാടകം കളിക്കുന്നതിലൂടെ രണ്ടുപേർക്കും സേഫ് ആകാമെന്നുള്ള തീരുമാനത്തിലെത്തിയതും അങ്ങനെ ഇരുവരും ചേർന്ന് ആ ഒരു തീരുമാനത്തിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങിയതുമായിട്ടുള്ള കാര്യങ്ങൾ വിഷ്ണു ശാലിനിയോട് പറയുന്നു. അന്ന് കാർത്തികയെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഇതുപോലെ ഞാൻ വിളിച്ചുകൊണ്ട് വരുന്നത് അവളുടെ ജീവിതം കൂടി സേഫ് ആക്കാൻ ഞാൻ ശ്രമിച്ചപ്പോ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത് ഒരു നീരാളിയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. ആ നീരാളി ഇപ്പോൾ എന്നെ ദേഹമാസകലം വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് എന്നും ആ നീരാളിയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി മറ്റൊരു മാർഗവുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എല്ലാ സത്യങ്ങളും ഞാൻ തന്നോട് തുറന്നു പറയാനായിട്ട് വന്നത് എന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു. അതുകൊണ്ട് തന്നെ ശാലിനി അതെല്ലാം കേട്ടതിന് ശേഷം വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് എത്തി കരഞ്ഞ് സത്യങ്ങളെല്ലാം കേട്ട് തകർന്നിരിക്കുന്ന കരഞ്ഞ് കണ്ണുകൾ കലങ്ങിയിരിക്കുന്ന ശാലിനിയെ തന്റെ നേരെ നിർത്തി വിഷ്ണു ശാലിനിയുടെ വലത് കൈയിലേക്ക് കടന്നു പിടിച്ചു. എന്നിട്ട് ആ വലത് കൈ തന്റെ ഉള്ളം കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു, ഈ മഹാവിഷ്ണുവിന് ഒരു മഹാലക്ഷ്മി മാത്രമേ ഉള്ളൂ, അത് താനാണ്. മറ്റാർക്കും ആ സ്ഥാനത്ത് വരാൻ ഒരിക്കലും കഴിയില്ല എന്ന്. അത് കേട്ടതും ശാലിനി വളരെ വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു, കാർത്തിക എന്ന് പറയുന്നത് വെറും ഒരു കരാറുകാരി മാത്രമാണ്. വിഷ്ണുവിന്റെ ഭാര്യയെന്നും ശാലിനി മാത്രമാണ് വിഷ്ണുവിന് ജീവനുള്ളിടത്തോളം കാലം എന്ന് വിഷ്ണു പറഞ്ഞു. അത് കേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിനെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്കറിയായിരുന്നു വിഷ്ണുവേട്ടാ, എനിക്കത് അറിയാമായിരുന്നു. വിഷ്ണുവേട്ടനെ മറ്റാർക്കും തട്ടിയെടുക്കാനാവില്ലെന്നും വിഷ്ണുവേട്ടൻ എന്നും എന്റേത് മാത്രമാണെന്നും. ഈ ലോകവും ഈ നാടും നാട്ടുകാരും ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ എനിക്കറിയാം വിഷ്ണുവേട്ടനെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ലെന്നും വിഷ്ണുവേട്ടൻ എന്നും എന്റേത് മാത്രമാണെന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിന്റെ നെഞ്ചിലേക്ക് ചേരുന്നു. വിഷ്ണു സങ്കടത്തോടെ തന്റെ പെണ്ണിനെ ഇത്രയും നാൾ വേദനിപ്പിച്ചതിന്റെ ആ വിഷമത്തിലും ശാലിനിയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനി വിഷ്ണുവിനോട് തന്റെ എല്ലാ സത്യങ്ങളും തനിക്ക് അറിയാമായിരുന്നുവെന്നും എന്നാൽ വിഷ്ണുവേട്ടന്റെ നാവിൽ നിന്ന് ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നതെന്നും ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. അതിനുശേഷം വിഷ്ണുവിന്റെ നെഞ്ചിൽ നിന്ന് മാറി ശാലിനി അങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ വിഷ്ണു പറഞ്ഞു, എടോ, ഇപ്പോ ആ കാർത്തിക എന്ന് പറയുന്ന കൈവിഷം അമ്മയുടെ ദേഹമാസകലം വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കാർത്തികയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് അവളെ അവിടെ നിന്ന് പുറത്താക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവളുടെ നാവിൽ നിന്ന് പുറത്തു വരണം. അവൾ പറഞ്ഞു ഫലിപ്പിച്ച 100,000 കള്ളക്കഥകൾ അതെല്ലാം വെറും കെട്ടുകഥകളായിരുന്നതും നുണക്കഥകളായിരുന്നുവെന്നും അവളുടെ നാവിൽ നിന്ന് തന്നെ പുറത്തു വരണം. അമ്മയോട് അവൾ തന്നെ സത്യങ്ങൾ തുറന്നു പറയണം. അതിനുശേഷം അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം എന്ന് വിഷ്ണു ശാലിനിയോട് പറഞ്ഞു. എല്ലാം കേട്ടു നിന്ന ശാലിനി തളർന്ന് വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വിഷ്ണുവേട്ടാ, അന്ന് വിഷ്ണുവേട്ടൻ കാർത്തി വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് ആ ദിവസം അതിനുശേഷം വിഷ്ണുവേട്ടൻ ഒരിക്കലെങ്കിലും എന്നെ വിളിക്കുമെന്ന് ഞാൻ എത്രയോ തവണ കാത്തിരുന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം ഫോണിൽ നോക്കി ഞാൻ ഇരുന്നിട്ടുണ്ടെന്നറിയോ? തനിക്ക് സുഖമാണോ, താൻ സങ്കടപ്പെടണ്ട എന്നൊക്കെ വിഷ്ണുവേട്ടൻ എന്നോടൊരു വാക്കെങ്കിലും പറയുമെന്നുള്ള പ്രതീക്ഷയിൽ ഉറങ്ങാത്ത എത്രയോ രാത്രികൾ എനിക്കുണ്ടായിരുന്നെന്ന് വിഷ്ണുവേട്ടൻ അറിയുമോ എന്ന് ശാലിനി വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ ഇതെല്ലാം കേട്ട വിഷ്ണു സങ്കടത്തോടെ ശാലിനിയെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ അവസ്ഥയും മറ്റൊന്നും ആയിരുന്നില്ല, ഞാനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയാമോ? എനിക്ക് പറയാൻ കഴിയില്ല, അത്രത്തോളം വേദനയായിരുന്നു ഞാൻ അനുഭവിച്ചത്. എന്നെ ആശ്വസിപ്പിക്കാനോ ഒരു സമാധാന വാക്ക് പറയാനോ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്ന് വിഷ്ണുവും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിയോട് പറഞ്ഞു.
ആ വാക്കുകൾ കേട്ട ശാലിനി വിഷ്ണുവിന്റെ കണ്ണുനീരോട് കണ്ടതോടെ ശാലിനിയുടെ മനസ്സാകെ തകർന്നു. ശാലിനിയും സങ്കടത്തോടെ വിഷ്ണുവിനെ നോക്കുമ്പോൾ ശാലിനിയെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരും സങ്കടം പറഞ്ഞു തീർത്തു. അതിനുശേഷം വിഷ്ണു ശാലിനിയെ നോക്കി പറഞ്ഞു, ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ഇനി നമ്മൾ ഒന്നിച്ചു നിൽക്കണം. കാർത്തികയെ എന്നേക്കുമായി അവിടുന്ന് പറഞ്ഞയക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതിന് എന്റെ കൂടെ താൻ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ച് വിഷ്ണു ശാലിനിയുടെ കയ്യിൽ കടന്നു പിടിച്ച് ചോദിക്കുമ്പോൾ ശാലിനി മനസ്സിലേക്ക് വീണ്ടും ധൈര്യം വീണ്ടെടുത്ത് തന്റെ വിഷ്ണുവേട്ടൻ തനിക്ക് ഒരിക്കലും നഷ്ടമാകില്ല എന്നും വിഷ്ണുവേട്ടൻ എന്നും ഇന്നും എപ്പോഴും തൻ്റേത് മാത്രമാണെന്നുമുള്ള ആ ഒരു ഉറപ്പ് വീണ്ടും തന്നിലേക്ക് വന്നതിന്റെ സന്തോഷത്തിൽ ആ കരളുറപ്പോടെയും സന്തോഷത്തോടെയും ഉറച്ച തീരുമാനമെന്നോണം വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു, ഉണ്ടാകും വിഷ്ണുവേട്ടാ, നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് തന്നെ അവളെ പുറത്താക്കാമെന്ന് ശാലിനി വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വാക്ക് നൽകുന്നു. അതിനുശേഷം കാണുന്നത് സത്യഭാമയുടെ വീട്ടിൽ കാർത്തികയുടെ റൂമില് കാർത്തിക ആ ചെയറിൽ കാലുമേ കാലും കയറ്റി വലിയ അധികാരി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പൊന്നി കാർത്തികയുടെ ഡ്രസ്സെല്ലാം മടക്കി വെച്ചതിന് ശേഷം അങ്ങനെ നിൽക്കുന്ന നേരത്ത് പൊന്നിയെ നോക്കി കാർത്തിക പറഞ്ഞു, അല്ല പൊന്നിക്ക് ശാലിനിയോട് വലിയ സ്നേഹമാണ് അല്ലെ? ശാലിനിയോട് വലിയ കാര്യമാണല്ലോ. എന്താ ശാലിനി കളക്ടറേറ്റ് പോലെ ജോലിയും ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചതും പൊന്നി പറഞ്ഞു, എനിക്ക് ജോലിയോ? എന്തിന്? എനിക്കൊരു ജോലി ഉണ്ടല്ലോ, പിന്നെന്താ എന്ന് ചോദിച്ചപ്പോ കാർത്തിക മനസ്സിൽ പറഞ്ഞു, ഈ ജോലി ഇനി എത്ര നാളുണ്ടെന്നാ നീ കരുതുന്നത്? ഞാൻ ഈ വീട്ടിലെ എന്റെ സ്ഥാനം ഒന്ന് ഉറപ്പിച്ചോട്ടെ. അത് കഴിഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ആദ്യം പടിയിറക്കി വിടുന്നത് നിന്നെയായിരിക്കും എന്ന് കാർത്തിക മനസ്സിലങ്ങനെ ചിന്തിച്ചു. അപ്പോഴേക്കും പൊന്നി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ കാർത്തിക പൊന്നിയോട് ചോദിച്ചു, അല്ല പൊന്നി, ഞാനൊരു കാര്യം ചോദിച്ചാ പൊന്നി സത്യം പറയുവോ? അത് കേട്ടതും പൊന്നി പറഞ്ഞു, എന്താ എന്താ കാർത്തിക ചോദിക്കുന്നത് എന്ന് അന്വേഷിച്ചതും പൊന്നിയോ വീണ്ടും കാർത്തിക ചോദിച്ചു, അല്ല പൊന്നി, എന്റെയും വിഷ്ണുവേട്ടനെയും വിവാഹം നടക്കുന്നുവെന്ന കാര്യം അറിയുമ്പോൾ ഇവിടേക്ക് വരുന്നത് ബന്ധുക്കളെക്കാളേറെ ശത്രുക്കളായിരിക്കും അല്ലെ എന്ന് ചോദിച്ചതും പൊന്നി പറഞ്ഞു, ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ കാർത്തിക ചോദിച്ചു, അതെന്താ പൊന്നി, ഞാൻ ചോദിക്കുമ്പോ മാത്രം പൊന്നിക്കൊന്നും അറിയില്ല, മറ്റാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നിക്ക് 100 നാവാണല്ലോ, കഴുത്തിന് ചുറ്റും നാക്കുവാണല്ലോ എന്ന് ചോദിച്ചപ്പോ പൊന്നി പറഞ്ഞു, കാർത്തികയുടെ ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എനിക്ക് നേരമില്ല, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം ജോലിയുണ്ട്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് പൊന്നി പോകാൻ തുടങ്ങുമ്പോ കാർത്തിക വേഗം ചാടി എഴുന്നേറ്റ് പൊന്നിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. അങ്ങനെ അങ്ങ് പോകാതെ പൊന്നി, അവിടെ നിൽക്ക്, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. വേറൊന്നുമല്ല, സത്യാമ്മയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എന്റെയും വിഷ്ണുവേട്ടന്റെയും വിവാഹം സത്യാമ്മ നടത്തിയിരിക്കും. അതുകൊണ്ട് സത്യാമ്മയ്ക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഈ വിവാഹം മുടക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്ന ആളുകളോടൊന്ന് പറഞ്ഞേക്ക്, അവരെത്രയൊക്കെ ശ്രമിച്ചാലും എന്തൊക്കെ കാണിച്ചാലും വിഷ്ണു ഈ കാർത്തികയ്ക്ക് മാത്രം സ്വന്തമായിരിക്കുമെന്ന്. അതുകൊണ്ട് അവര് ഇനി എന്തെങ്കിലുമൊക്കെ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമം നടത്തിക്കോളാനും പറഞ്ഞേക്ക് കേട്ടോ എന്ന് പൊന്നിയോട് കാർത്തിക അറിയിച്ചു. അത് കേട്ടതും പൊന്നി ആ കലിയോടെ കാർത്തികയെ നോക്കുമ്പോ കാർത്തിക പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് ഇത് പോയി മറ്റുള്ളവരോട് പറയണമെന്നൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞതും പൊന്നി പറഞ്ഞു, പിന്നെ എന്റെ ജോലി അതാണല്ലോ, ഒന്ന് മാറ് കാർത്തിക എന്ന് പറഞ്ഞ് പൊന്നി ദേഷ്യത്തോടെ റൂമിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും കാർത്തിക മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാവിടെ നീ ആ ശ്യാമയുടെയും ശാലിനിയുടെയും വലങ്കയാണല്ലോ. ഇപ്പോ ഇതിനോടകം തന്നെ നീ ഈ വാർത്ത അവരുടെ കാതുകളിൽ എത്തിച്ചിട്ടുണ്ടാകും. എനിക്കും അത് തന്നെയാ വേണ്ടത്. അവൾ അറിയട്ടെ ആ ശാലിനി അവളുടെ വിഷ്ണുവേട്ടൻ അവൾക്ക് നഷ്ടമായി കഴിഞ്ഞുവെന്ന്, ഇനി ഒരിക്കലും അവൾക്ക് അവളുടെ വിഷ്ണുവേട്ടനെ കിട്ടാൻ പോകുന്നില്ല എന്ന്, അവളുടെ ഹൃദയം തകർന്നുള്ള പൊട്ടിക്കരച്ചിൽ വേണം എനിക്ക് കാണാൻ എന്ന് കാർത്തിക മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കാർത്തിക വേഗം വാഷ്റൂമിലേക്ക് കയറിപ്പോയി. ഈ സമയത്ത് പൊന്നു താഴേക്ക് സ്റ്റെയർ ഇറങ്ങി പോകുമ്പോ അവിടെ മുകളിലേക്ക് സ്റ്റെയർ കയറി വരികയാണ് പപ്പിമോള്. ഉടനെ പൊന്നു ചോദിച്ചു, അല്ല ഞാൻ പപ്പിമോൾക്ക് തന്ന പാല് മൊത്തം കുടിച്ചല്ലോ അല്ലേ എന്ന് ചോദിച്ചതും പപ്പി പറഞ്ഞു, ആ കുടിച്ചു പൊന്നി ആന്റി. അങ്ങനെ പറഞ്ഞുകൊണ്ട് പപ്പി വേഗം കാർത്തികയുടെ റൂമിലേക്ക് എത്തി. കാർത്തികയുടെ റൂമിലെത്തിയതും കാർത്തികയുടെ ബെഡിൽ ആ മൊബൈൽ ഫോൺ കിടക്കുന്നത് പപ്പിമോള് കണ്ടു. കാർത്തിക ആന്റിയുടെ ഫോണ് എന്ന് പറഞ്ഞ് വേഗം കാർത്തികയുടെ ഫോൺ വന്നെടുക്കുകയാണ് പൊന്നി. അതിലെ വേഗം തന്നെ അതിന്റെ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അച്ഛനോ അമ്മയുടെ ഫോൺ നമ്പർ ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ പപ്പിമോള് ആ ഫോൺ ഒന്ന് പരതി. അതെ അച്ഛൻ, അപ്പൊ ഇത് തന്നെയായിരിക്കും കാർത്തിക ആന്റിയുടെ അച്ഛൻ എന്ന് വിചാരിച്ച് ആ കോണ്ടാക്റ്റില് ഓപ്പൺ ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വാഷ്റൂമിൽ നിന്ന് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ഉടനെ തന്നെ പപ്പിമോള് വേഗം ആ ഫോൺ ബെഡിലേക്ക് ഇട്ടിട്ട് അടുത്തുള്ള ആ കതകിന് പിന്നിലായിട്ട് ഒളിച്ചു. അവിടേക്ക് ഒളിച്ചങ്ങനെ കതകിലേക്ക് ചേർന്നങ്ങനെ നിൽക്കുമ്പോൾ
പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കാർത്തിക മറ്റൊന്നും ശ്രദ്ധിക്കാതെ വേഗം തന്റെ കയ്യിലിരുന്ന ആ ടവല് ആ ചെയറിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കാർത്തിക പോയെന്ന് ഉറപ്പായതോടെ പപ്പിമോള് വീണ്ടും ബെഡിൽ കിടന്ന ആ മൊബൈൽ ഫോൺ വന്നെടുത്തു. അതില് അച്ഛൻ എന്ന് എഴുതിയിരിക്കുന്ന ആ കോണ്ടാക്ട് നോക്കിയിട്ട് അതിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാൻ പപ്പിമോൾ തീരുമാനിച്ചു. ഫോൺ എടുത്ത് വോയിസ് മെസ്സേജ് ഓപ്പൺ ചെയ്തും പപ്പിമോള് പറഞ്ഞു, ഞാനാ പപ്പിമോള്. കാർത്തിക ആന്റി താമസിക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലാ. ഇവിടെ വിഷ്ണു അച്ഛനെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കാർത്തിക ആന്റി. എന്നാൽ എന്റെ വിഷ്ണു അച്ഛനാണെങ്കിൽ കാർത്തിക ആന്റി ഒട്ടും ഇഷ്ടമല്ല. വിഷ്ണു അച്ഛന് ഇഷ്ടം സത്യയുടെ അമ്മയാ. സത്യയുടെ അമ്മ പാവമാ എന്ന് പപ്പിമോള് പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സത്യയുടെ അമ്മയുടെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങള് എത്രയും വേഗം ഇവിടേക്ക് വരണേ, കാർത്തിക ആന്റിയെ കൂട്ടിക്കൊണ്ട് പോണേ, വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ച് വേഗം ആ വോയിസ് മെസ്സേജ് അയച്ചു. അതിനുശേഷം പപ്പിമോൾ ആലോചിച്ചു, ഇനിയിപ്പോ ഡിലീറ്റ് ചെയ്തേക്കാം, ഇതിനെ കണ്ടിട്ട് പ്രശ്നം ഉണ്ടാവണ്ട എന്ന് വിചാരിച്ച് ആ മെസ്സേജും ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അങ്ങനെ പപ്പിമോള് കാർത്തികയുടെ അച്ഛന് മെസ്സേജ് അയച്ചിട്ട് സമാധാനത്തോടെ തൽക്കാലം ഇനിയിപ്പോ ഈ മെസ്സേജ് കണ്ടതിന് ശേഷം അവരാരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ പപ്പിമോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് കാണുന്നത് ശാലിനി അനുപല്ലവിയുമായിട്ട് പുറത്തു വെച്ചൊരു കൂടിക്കാഴ്ച നടത്തുന്നു. അനുപല്ലവിയോട് ശാലിനി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം ഇനി കാർത്തികയെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത്. നമ്മൾ കണ്ടെത്തുന്നതും ചെയ്തു കൂട്ടുന്നതുമായിട്ടുള്ള കാര്യങ്ങളെ അതിനു മുൻപേ തന്നെ അവൾ അതിന് പ്രതിഫലം കണ്ടുപിടിച്ചുകൊണ്ട് അതിനുള്ള പ്രതികരണം എന്താണ്, എങ്ങനെയാണ് നൽകേണ്ടത് എന്ന് മനസ്സിൽ തീർപ്പാക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അവളെ മറ്റേതെങ്കിലും രീതിയിൽ എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടാമെന്ന് നമ്മൾക്ക് കരുതണ്ട. അവൾ അത്ര നിസ്സാരക്കാരിയല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു ബന്ധവുമില്ലാത്ത ഒരു വീട്ടിലേക്ക്, യാതൊരു ബന്ധപ്പാടുമില്ലാത്ത ഒരു വീട്ടിലേക്ക് വന്ന് ഇത്ര അധികാരത്തോടെയും അവകാശത്തോടെയും മറ്റൊരാളുടെ ഭർത്താവിനെ സ്വന്തമാക്കാനായി ശ്രമിക്കുമ്പോൾ അവളുടെ മനസ്സ് അത്ര നിസ്സാരമല്ലല്ലോ എന്ന് അനുപല്ലവിയോട് ശാലിനി അറിയിച്ചു. ഉടനെ തന്നെ ശാലിനി പറഞ്ഞു, അതുകൊണ്ട് തന്നെ പോലീസ് സത്യങ്ങൾ പറയിക്കാൻ ഉപയോഗിക്കാറുള്ള 3-ാം മുറയുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അങ്ങനെ ഒരു വാക്ക് ഉണ്ടായത് കേട്ട് ശാലിനിയെ ആകെ ഞെട്ടലോടെ നോക്കുകയാണ് അനുപല്ലവി. അല്ല മേഡം എന്താ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, നമ്മളിവിടെ 3-ാം മുറയല്ല പ്രയോഗിക്കാൻ പോകുന്നത്. 3-ാം മുറയൊന്നും അവൾക്ക് യാതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് കാർത്തികയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 4-ാം മുറയാണ് എന്ന് ശാലിനി അറിയിച്ചു. അത് കേട്ടതും ആകെ അതിശയത്തോടെ ശാലിനിയെ തന്നെ നോക്കുകയാണ് അനുപല്ലവി. ഉടനെ ശാലിനി പറഞ്ഞു, ഇനി അവളുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. അതാണ് വേണ്ടത്. അതിനുള്ള വഴികളാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ തന്നെ എല്ലാ സത്യവും പുറത്താവുക തന്നെ ചെയ്യും എന്ന് ശാലിനി അനുപല്ലവിയോട് അറിയിച്ചു. എല്ലാം കേട്ട് കഴിയുമ്പോൾ അനുപല്ലവി ആകെ സംശയത്തോടെ അങ്ങനെ നിന്നതും ശാലിനിയുടെ ചോദ്യം കേട്ടിട്ട് അനുപല്ലവി പറഞ്ഞു, മേഡം ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, പണ്ടുള്ളവർ പറയാറുള്ളത് പോലെ നമ്മളൊരു മരം മുറിക്കുമ്പോൾ അതിനെ വേരോടെ പിഴുതെറിയണമെന്നല്ലേ പറയാറുള്ളത്. അത് തന്നെയാണ് ഞാനും ചെയ്യാൻ പോകുന്നത് എന്ന് ശാലിനി ഇത് കേട്ടതും ശാലിനി അനുപല്ലവിയോട് മറുപടി നൽകി. അത് കേട്ടതും അനുപല്ലവി ചോദിച്ചു, മേഡം എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അതെ, അവൾക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരെ അവൾ നാവുകൊണ്ട് പലവട്ടം നിങ്ങൾ അച്ഛനമ്മമാർക്ക് പിതൃതർപ്പണം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത അവന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൻ ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടിയത് കൊണ്ട് അവൾക്ക് അവളുടെ അച്ഛനമ്മമാരെ, ജീവനോടെയുള്ള ആ അച്ഛനമ്മമാരെ ഇപ്പോൾ തന്നെ കൊന്ന അവസ്ഥയിൽ അവർക്ക് ബലി പോലും അർപ്പിച്ചവളെ പോലെ അവൾ പെരുമാറുമ്പോൾ പിന്നെ അവർക്ക് അവളോട് ദേഷ്യം ഉണ്ടാകാതിരിക്കുമോ? അതുകൊണ്ട് അവരെ തന്നെ വേണം അവൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്താൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ശാലിനി നിന്നു. ഉടനെ അനുപല്ലവി പറഞ്ഞു, അവരെ കണ്ടെത്താൻ അത്ര പ്രയാസം കാണില്ലല്ലോ മേഡം എന്ന് പറഞ്ഞതും കഴിഞ്ഞ ദിവസം സത്യങ്ങളൊക്കെ ജയശങ്കറിന്റെ നാവിൽ നിന്ന് എല്ലാം മനസ്സിലാക്കിയതല്ലേ. അന്ന് ജയശങ്കർ അവരുടെ നമ്പരും നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും ആ വീടിന്റെ പരിസരത്ത് എനിക്കൊരു ഫ്രണ്ടുണ്ട്. ഞാൻ അവൻ മുഖേന എന്തെങ്കിലും വഴി കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കട്ടെ. അവൻ കൊറിയർ സർവീസിലാണ് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ശാലിനി അനുപല്ലവിയോട് പറയുന്നു. അതിനുശേഷം കാണുന്നത് കാർത്തികയുടെ വീട്ടിലേക്ക് പ്രകാശൻ എന്ന് പറഞ്ഞ അനുപല്ലവിയുടെ ആ പരിചയക്കാരൻ അവിടേക്ക് എത്തി.
വണ്ടി കൊണ്ട് നിർത്തിയതും അനുപല്ലവി അവിടേക്ക് എത്തി കണ്ട് ഉടനെ തന്നെ കുറച്ചു നേരത്തേക്ക് പ്രകാശൻ ആലോചിച്ചു. അതെ, തൽക്കാലം ഇവിടെ വന്ന് ഞാൻ പറയുന്നതൊക്കെ കൃത്യമായി തന്നെ കുറുക്ക് കൊള്ളണേ, മിന്നിച്ചേക്കണേ പുണ്യാളാ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് പ്രകാശൻ അനുപല്ലവിയുടെ കാർത്തികയുടെ വീട്ടിലേക്ക് നോക്കി. അവിടെ വാതിക്കലിരിക്കുന്ന രാജേന്ദ്രനെ കണ്ടതും കാർത്തികയുടെ അച്ഛനാണ് എന്ന് അതോടെ പ്രകാശിന് മനസ്സിലായി. ഇത് തന്നെയായിരിക്കും അവളുടെ അച്ഛൻ. എന്തായാലും ചോദിച്ചു നോക്കാം, എല്ലാം നന്നാക്കിക്കോണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച് വേഗം പ്രകാശൻ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാർ ഇതല്ലേ കാർത്തിക ഭവനിൽ കാർത്തികയുടെ വീട് എന്ന് ചോദിച്ചതും, അതെ കാർത്തിക ഭവനിൽ തന്നെയാ, എന്റെ പേര് രാജേന്ദ്രൻ, എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോ രാജേന്ദ്രനോട് വേഗം തന്നെ കാര്യം എന്താണെന്ന് പ്രകാശൻ പറഞ്ഞു. അതെ, ഞാൻ വന്നത് ഒരു കൊറിയർ വന്നിട്ടുണ്ട്, അത് കാർത്തികയുടെ പേരിലാണ്, അതൊന്ന് വാങ്ങിച്ച് ഒപ്പിട്ട് തന്നാൽ അത്രയും സമാധാനം. ഉടനെ തന്നെ രാജേന്ദ്രൻ പറഞ്ഞു, അങ്ങനെ ഒരുവൾ ഇവിടെ ഇല്ല, അവൾ മരിച്ചുപോയി. അപ്പൊ പിന്നെ ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് ചോദിച്ചതും, മരിച്ചു പോയെന്നോ, അതെന്താ അങ്ങനെ പറയുന്നത് എന്ന് രാജേന്ദ്രനോട് അന്വേഷിച്ചു. അതെ, അവള് എനിക്ക് ജനിച്ച മകളാണെങ്കിലും ഇപ്പോ അവൾ മരണപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സാധാരണ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയുള്ള കൊറിയർ വരുമ്പോ സാധാരണ എന്താ ചെയ്യാറുള്ളത് എന്ന് ചോദിച്ചു. അത് കേട്ടതും ഉടനെ തന്നെ പ്രകാശൻ പറഞ്ഞു, അയ്യോ സാർ അങ്ങനെ അങ്ങ് പോകല്ലേ, സാർ ഇത് വാങ്ങിച്ചിട്ട് ഒന്ന് സാർ ഇത് കൈപ്പറ്റി എന്നതിന്റെ പേരിൽ ഇതിലൊന്ന് ഒപ്പിട്ട് തരികയും മൊബൈൽ നമ്പർ ഒന്ന് എഴുതി തരികയും ചെയ്താൽ മതി സാർ, വേറൊന്നും വേണ്ട. ഇത് എൻ്റെ ജീവിതമാർഗം കൂടിയാണ് സാർ, ഇല്ലെങ്കിൽ അതെനിക്ക് പ്രശ്നമാവും എന്നെല്ലാം പ്രകാശൻ പറഞ്ഞു. രാജേന്ദ്രൻ പറഞ്ഞു, എടോ അത് പിന്നെ എന്ന് പറഞ്ഞു, പ്ലീസ് സാർ എന്ന് പറഞ്ഞ് വീണ്ടും രാജേന്ദ്രനോട് പ്രകാശൻ ആവശ്യപ്പെട്ടു ഒന്ന് സൈൻ കൂടി ചെയ്യാൻ. അവസാനം രാജേന്ദ്രൻ മനസ്സോടെ ആ ബുക്ക് സൈൻ ചെയ്ത് കൊടുക്കാൻ തയ്യാറായി. ഈ സമയത്ത് പ്രകാശൻ പ്രാർത്ഥനയോടെ ആ പാഴ്സല് കയ്യിലേക്ക് കൊടുത്തു. അപ്പോഴേക്കും പാഴ്സല് കണ്ടതും രാജേന്ദ്രൻ അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഉടൻ തന്നെ രാജേന്ദ്രനെ നോക്കി പ്രകാശൻ പറഞ്ഞു, സാർ എന്തായി ചെയ്തത്? സാറിന് അത് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, സാറിനെ ആരെങ്കിലും വിളിച്ചന്വേഷിക്കുകയാണെങ്കിൽ ഇവിടേക്ക് കൊറിയർ വന്നുവെന്നും ഒപ്പിട്ട് വാങ്ങിയോ എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞേക്കണം സാറേ എന്ന് പറഞ്ഞ് പ്രകാശനോട് നിന്ന് പോന്നു. ഈ സമയത്ത് അകത്തേക്ക് കയറി വന്ന രാജേന്ദ്രൻ കാണുന്നത് ഡൈനിങ് ടേബിളിന് അരികിലിരുന്ന കാർത്തികയുടെ അമ്മ കാർത്തികയുടെ ഫോട്ടോ നോക്കി മകളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടു. രാജേന്ദ്രൻ അരികിലേക്ക് വന്നിട്ട് ചോദിച്ചു, അത് ശരി, നീ ഇപ്പൊ അവളുടെ ഫോട്ടോയും നോക്കി സങ്കടപ്പെടുകയാണോ എന്ന് ചോദിച്ചതും ഉടനെ കാർത്തികയുടെ അമ്മ പറഞ്ഞു, അതെ, എന്തൊക്കെയായാലും അവള് നമ്മുടെ മകളല്ലേ എന്ന് ചോദിച്ചു. ഉടനെ അവളുടെ ഒരു മകള് എന്ന് പറഞ്ഞ് രാജേന്ദ്രൻ ആ ഫോട്ടോ 5-6 കഷ്ണമായി വലിച്ചു കയറി അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു.